ഓ ശരി, എനിക്കുണ്ട് പോതോ ചെറുത് പീസ്. അയ്യോ തല. അങ്ങനെ ഞങ്ങള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങള് പോകുന്നത് ഊട്ടിയിലേക്കാണ്. നേരത്തെ നമുക്ക് നോക്കാം. എന്തായാലും അതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ. മീറ്റ് ആർ ഡ്രൈവർ. എന്താണ് പൾസർ പ്ലംബർ പ്ലംബർ സ്പിൽബർഗ്. പിന്നെ ഇതാണ് നമ്മളെ ഡെവലപ്പർ നീരജ്. സ്റ്റിൽ ഡെവലപ്പിംഗ്, ഓൺ ദ വേ ആണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമല്ല, എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ കാണാത്ത എൻ്റെ മാമനും മാമിയും അവരുടെ കുട്ടിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് ഊട്ടിക്ക് പോകുന്നത്. അപ്പം ബാക്കിയെല്ലാം ജേർണിയുടെ ത്രൂ ഔട്ട് പറയുന്നതായിരിക്കും. അപ്പം സോറി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ അൺപ്ലാൻഡ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മാമൻ്റെ മോള് പറഞ്ഞു ഊട്ടി കാണണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഡിസൈഡ് ചെയ്തതും പോകുന്നതും ഒക്കെ. മീറ്റ് അവർ ടീം. ഹായ് ഗൈസ്. We came to a restaurant. സോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. അവർ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് കഴിയാനായി. ഞങ്ങൾ ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ തോന്നുന്നു. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു ജേർണി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോവാം. ഞങ്ങൾ പോകുന്നത് മഞ്ചേരി നിലമ്പൂർ വഴിയാണ്. അവിടെ നിന്ന് ഗൂഡല്ലൂർ എത്തണം. അപ്പോൾ ഈ നിലമ്പൂർ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ട്രീസിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് പോവുക. ഈ ഒരു സ്പോട്ടിൻ്റെ പേരാണ് കനോലീസ് പ്ലോട്ട്. ഇത് 1500 എങ്ങാനും ഏക്കേഴ്സിൽ ടീക്ക് പ്ലാന്റേഷനാണ്. ഏതാണ്ട് 19 സംതിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ടീക്ക് ഫോറസ്റ്റ് ആണ് ഈ കാണാൻ പറ്റുന്നത്. നിലമ്പൂർ വഴി പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കും പോവുക. ആൻഡ് ബോത്ത് സൈഡിൽ നമുക്ക് ഈ പ്ലാന്റേഷൻ കാണാം. ഫുള്ളി നമ്മൾ കവേർഡ് ആയിരിക്കും ഈ ഒരു ടീക്ക് പ്ലാന്റേഷൻ കൊണ്ട്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിന്റെ കഷ്ണമുള്ളത്. തേക്ക് മുറിച്ച് അതിന്റെ ഏതൊരു കഷ്ണം ഉള്ളത് ഇവിടെ എത്തും. ലോകത്തെ ഏറ്റവും വലിയ പ്രായം കൂടിയ തേക്കുള്ള സ്ഥലം, തേക്ക് മ്യൂസിയം, അതിവിടെയാണ്. നിലമ്പൂരാണ്. ഞങ്ങൾ ഓൺ ദ വേ ആണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. പച്ചാണെന്നുണ്ടോ? അതില്ല. അതാ കണ്ടോ, തേക്ക് മ്യൂസിയം. ഓ മൈ ഗോഡ്, ആ തേക്കിൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പീസാണ്. ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, സോ മെനി monkeys. Ana prawn area. So we should be careful. Guys, നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. നമ്മുടെ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഗുഡല്ലൂർ എത്തും. Then we'll take a turn to Ooty. നമ്മളിപ്പോൾ ചായക്കടയിൻ്റെ അവിടെയാണ്. നമ്മൾ ബട്ട് മസിന് കൂടി വഴി എടുക്കണോ ഡയറക്റ്റ് ആയിട്ട്? അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഊട്ടിയിലേക്ക് പോയി. ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ഇ പാസിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. സോ ഇ പാസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TN ഇ പാസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വെബ്സൈറ്റ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ വിത്തിൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കണം. ആൻഡ്
നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതൊരു ടൈം സേവറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചോദിക്കണം നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അവർ അലോ ചെയ്യില്ല. ആൻഡ് ചിലയിടത്ത് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഉണ്ടായില്ല, പക്ഷെ എന്നാലും അവർ ചോദിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടോ എന്നുള്ളത്. അവർ ഇടയ്ക്ക് ചെക്ക് പോസ്റ്റിലൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോണ വഴിക്ക് ഇങ്ങനെ നല്ല നല്ല പ്ലാന്റേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ജേർണി റീസ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയതിന് ശേഷം ലഞ്ച് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ അവിടെ ട്രാഫിക്കും പിന്നെ അതേപോലെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടാൻ തന്നെ കുറച്ച് പാടുപെട്ടു. അങ്ങനെ ഞങ്ങൾ കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഊട്ടി എത്തിയതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. 6-7 മണിയായിട്ടും ഞങ്ങൾ ഈ ബ്ലോക്കിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് കയറി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോലീസുകാരൊക്കെ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുമായിരുന്നു വേറെ വഴിക്ക്. അറിയാത്ത വഴിയായതുകൊണ്ട് ഏതൊക്കെയോ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഫൈനലി നമ്മൾ വീട് എത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ചാനലും ഇതാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാമൻ്റെ മോള്. ഇവള് കാരണമാണ് ഞങ്ങൾ ഊട്ടിക്ക് വന്നത്. അവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മാറി മാറി വ്ലോഗ് ചെയ്യായിരുന്നു. ഞാനിവിടെ മെൻഷൻ ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സ്റ്റേ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടെ 2 BHK ആണ്. ഒരു അപ്പാർട്ട്മെൻറ്റ് മോഡലായിരുന്നു. കിച്ചൺ ഇല്ല, ജസ്റ്റ് 2 ബെഡ്റൂംസും പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസും ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ റൂംസ് തന്നെയായിരുന്നു. ഏകദേശം 8-9 മണിയായി. ഞങ്ങൾ ട്രാഫിക് ബ്ലോക്സൊക്കെ മറികടന്ന് ഇവിടെ എത്താനായിട്ട് എല്ലാവരും കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവർ സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയ സീനാണിത്. ബാറല്ല, ഇതാണ് സീനറി. വായയിലൂടെയൊക്കെ കാറ്റ് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഊട്ടി എത്തിയപ്പോൾ തന്നെ ടെമ്പറേച്ചർ പതുക്കെ ഡൗൺ ആവുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻജു ചായ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 200+ വെറൈറ്റീസ് ഓഫ് ചായ്സ് ഉണ്ട്. ആൻഡ് എന്താ അവിടെ കാണാമെന്നുണ്ടല്ലോ, മിൽക്ക് ഷേക്ക്, സാൻഡ്വിച്ച്, പിന്നെ അങ്ങനത്തെ കേക്ക് അങ്ങനെ. ആൻഡ് അതിൻ്റെ റേറ്റ് ഇസ് കമ്മിങ് ഫ്രം 50 to 1 lakh വരെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും മിസ്സായി. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഹോട്ട് ബദാം വിത്ത് ഹോട്ടി. നല്ല ചൂടും നല്ല തണുപ്പും. ഉള്ളിൽ തണുപ്പും പുറത്ത് ചൂടുമാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ രാവിലെ ഞങ്ങളൊരു 7 മണിക്കൊക്കെ എണീറ്റ് മറ്റേ തലക്കൊണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അവിടെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ആർക്കും അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഏകദേശം ഒരു 8 ഡിഗ്രി എങ്ങാനും ഇവിടെ താഴ്ന്നു എന്ന് തോന്നുന്നു. ഞാൻ എണീറ്റപ്പം ആ ഒരു ടെമ്പറേച്ചർ കണ്ടു. പിന്നെ നമ്മൾ ആ ഒരു സാധാരണ പോലെ 8 മണിക്കൊക്കെ എണീറ്റ് 8-9 മണിയൊക്കെ ആയി ഞങ്ങൾ എണീറ്റ് ഫ്രഷായി ഇതായിപ്പം പോകാൻ നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു ചെറിയ ആകെ 2-3 സ്പോട്ട്സ് എന്തെങ്കിലും കവർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എണീറ്റു. നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഫോൺ ഇന്ന് എൻ്റെ കയ്യിലാണ്, ഡോണ്ട് വറി. യു വിൽ ബി എന്താ പറയുക, ഹാംലെസ്. നമ്മൾ A to Bയിൽ കഴിക്കാൻ പോകുന്നു. ബോറടിക്കത്തില്ല. ഞാൻ എൻ എന്റർടൈനർ. ലെറ്റ്സ് ഗോ. യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ വണ്ടി ഓടിക്കുന്നു. ഉടമസ്ഥി വണ്ടി ഓടിക്കുന്നു. അവൾക്ക് മലയാളം കുറച്ചേ അറിയുള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കണം. ഇതാണ് A to B ഇവിടുത്തെ. അപ്പം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. സെൽഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പ്ലേറ്റ് വരെ നമ്മൾ തന്നെ മാറ്റി വെച്ചത്. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഹായ്. ട്രെയിൻ യാത്രയൊന്ന് അനുഭവപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം
നമുക്ക് നോക്കാം അത് മൂഞ്ചോന്ന്. കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിരുന്നു ഊട്ടി ടു കൂനൂർ വരെ ട്രെയിൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ആ ടോയ് ട്രെയിൻ സംവിധാനം അവിടെ അവൈലബിൾ ആണ്. അപ്പം ഏതൊക്കെയോ ഡ്യൂറേഷനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ എടുത്തിട്ട് അവിടെ നിന്ന് ആ ടോയ് ട്രെയിനിൽ നല്ലൊരു റൈഡാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഊട്ടി ടു കൂനൂരിലേക്ക് പോകുന്ന ട്രെയിൻ. അവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് ട്രെയിൻ വരുന്നതും പോകുന്നതും ഒക്കെ. ഇവിടുന്ന് 12:15 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നും പ്ലാൻഡ് അല്ല, അൺറിസർവ്ഡ് ആയിട്ട് തന്നെ കയറി പോകാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ്സൊക്കെ പക്കയാണ്. അപ്പം നമ്മൾ ക്രൗഡൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പം എത്രയാണോ സീറ്റ്സ് അലോട്ട് ചെയ്തിട്ടുള്ളത് അത്ര തന്നെ ഫില്ല് ചെയ്യുള്ളൂ. ട്രെയിനിൽ കയറാൻ ആഗ്രഹമുള്ളവർ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി 2 പേരും കൂടി കാർ എടുത്തിട്ട് വരാമെന്നായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്തത്. പറഞ്ഞ പോലെ തന്നെ മൂഞ്ചി. ആക്ച്വലി പ്ലാൻ മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പായി. ഞങ്ങൾക്ക് ട്രെയിൻ പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റി, കുറച്ച് ഫോട്ടോസും എടുത്തു. അങ്ങനെ 3 മണിക്കുള്ള ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. കുട്ടി മറ്റൊരു ആഗ്രഹം പറഞ്ഞു, ബോട്ടാണിക്കൽ ഗാർഡൻ. അപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ അവിടേക്കായിരുന്നു. ഞങ്ങൾ ശരിക്കും ഗാർഡൻ കണ്ടില്ല. അതും ഒരു ഫ്ലോപ്പ് ഐഡിയ ആയിരുന്നു. അവിടെ മൊത്തം ട്രാഫിക് ആയിരുന്നു, പിന്നെ പോലീസ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, പാർക്ക് ചെയ്ത സ്ഥലമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഒരു സുവനീർ പോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാറുണ്ട്. അപ്പം ഇവിടെ ഊട്ടിയിൽ വന്നപ്പോഴും 2-3 എണ്ണം മേടിച്ചു. ആൻഡ് ഇതായിരുന്നു അതൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഊട്ടി പോകുന്നത് ചെറുപ്പത്തിലായിരുന്നു, വളരെ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവർ കണ്ട് ഓർമ്മയുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഏതൊക്കെയോ തമിഴും മലയാളവും പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ചോളവും മാങ്ങയും ഒക്കെ തിന്നിട്ട് താഴേക്ക് പോയി. ഇതൊരു ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു, അതേപോലെ തന്നെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോയുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.